നമസ്കാരം. ഞാൻ നെത്തല്ലൂരിരിക്കുന്ന ഒരു ജ്യോതിഷാണ്. എൻ്റെ പേര് പങ്കജക്ഷൻ ചമ്പക്കര. ഞാൻ നമ്മുടെ നെത്തല്ലൂർ ക്ഷേത്രത്തിൻ്റെ ദേവീക്ഷേത്രത്തിൻ്റെ സമീപത്ത് NS ബിൽഡിങ്ങിലാണ് ഇരിക്കുന്നത്. പാരമ്പര്യമായിട്ടുള്ള ജ്യോതിഷനാണ്. കാരണവന്മാരായിട്ട് തന്നെ കേശവൻ വൈദ്യരും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠമാനാണ് ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കുജദോഷത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ചൊവ്വാദോഷത്തെക്കുറിച്ച്. ഈ ഗ്രഹം ഒരുപാട് വിവാഹം നടക്കുന്നു. നടക്കേണ്ട വിവാഹങ്ങൾ നടക്കാതെ പോകുന്നുണ്ട്. കാരണം ഇത് 7ലോ 8ലോ നിന്നാൽ സ്ത്രീയാഗത്തിലോ പുരുഷയാഗത്തിലോ നിന്നാൽ ചൊവ്വാദോഷമാണെന്ന് പറഞ്ഞു. ഇത് മറ്റേ ജാതത്തിലില്ല, ഇത് ചൊവ്വാദോഷം, ഇപ്പോൾ മരിച്ചു പോകും, അല്ലെങ്കിൽ അപകടം വരും, മറ്റു പ്രശ്നങ്ങളാണ് എന്നും പറഞ്ഞ് തള്ളിവിടുന്നുണ്ട്. അപ്പം അതുണ്ടാകാതിരിക്കാൻ ചൊവ്വാദോഷമുണ്ട്, ചൊവ്വാദോഷകാരനോ, പക്ഷേ അതിൻ്റെ ദോഷം എങ്ങനെ എന്നുള്ള ഒരു വിശകലനമാണ് നമ്മളിവിടെ ചെയ്യാൻ. ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം പാപനാണ്. പക്ഷെ ഇതിന് ഒത്തിരി കാരകത്വമുണ്ട്. ഊർജത്തിൻ്റെ കാരകനാണ് ചൊവ്വ. പവർ, അതിൻ്റെ കാരകത്വം വഹിക്കുന്നതാണ് ചൊവ്വ. അപ്പോൾ ആ ചൊവ്വ ദോഷമായിട്ട് നിൽക്കുമ്പോൾ ജീവിതത്തിൽ, അല്ലെങ്കിൽ ആ ദമ്പതികളുടെ ജീവിതത്തിൽ ഊർജം നശിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പവർ നശിക്കുന്ന അവസ്ഥ, ഇതാണ് ചൊവ്വയുടെ ഒരു ദോഷം എന്ന് പറയുന്നത്. ആ ചൊവ്വ ഏറ്റവും കാഠിന്യമുള്ള ഊർജ്ജകാരകനായതുകൊണ്ട്, മറ്റു ഊർജ്ജകാരകം ചൊവ്വയെ പോലെ മറ്റ് ഗ്രഹങ്ങളില്ലാത്തതുകൊണ്ട് ആ ചൊവ്വയ്ക്ക് പ്രാധാന്യം കൊടുക്കും. പക്ഷേ ഇതിനൊക്കെ ഒരു അടിസ്ഥാനമുണ്ട്. ഇപ്പോൾ സ്ത്രീ ജാതകത്തിലായാലും പുരുഷ ജാതകത്തിലായാലും ലഗ്നത്തിലോ അതിൻ്റെ 2ാം ഭാവത്തോ അതിൻ്റെ 4ാം ഭാവത്തോ അതിൻ്റെ 7ാം ഭാവത്തോ 8ാം ഭാവത്തോ 12ലോ പാപഗ്രഹങ്ങൾ നിന്നാൽ പാപജാതകം, അത് ചൊവ്വ, ശനി, രാഹു, സൂര്യൻ, കേതു, ഇതുപോലുള്ള പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ആ സ്ഥാനം പാപമായി തീരുന്നു. അതാണ് പാപജാതകം എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ എടുക്കുന്നത് ചൊവ്വയാണ്. മറ്റു ഗ്രഹങ്ങളും പാവങ്ങളാണ്. ഞാൻ പറഞ്ഞത് ശനി, രാഹു, കേതു, സൂര്യൻ, ഇതെല്ലാം പാപമാണ്. ഇപ്പോൾ സൂര്യൻ ആത്മകാരകനാണ്, ആത്മബലം നശിക്കും. ഊർജ്ജം നശിക്കുമ്പോൾ ആത്മബലം നശിക്കുമല്ലോ സ്വാഭാവികം. അപ്പം ശനി തണുപ്പനാണ്, അതായത് വാദമാരോധം, അത് ഊർജ്ജത്തിൽപ്പെടുന്നതാണ്. പൈശാചികം ആണ് ശനി. അപ്പോൾ ശനി ദോഷകാരകൻ എന്നാൽ അതിൻ്റെ അവസ്ഥകളുണ്ടാകും ചെയ്യും. രോഗത്തിൻ്റെ കാരകനാണ് ശനി. രോഗം, ജീർണരോഗങ്ങൾ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരവസ്ഥ. അപ്പോൾ ഇവിടെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തെക്കുറിച്ചാണ്. അപ്പോൾ ചൊവ്വ നമുക്ക് സ്ത്രീ ജാതകത്തിലോ പുരുഷ ജാതകത്തിലോ 7ലോ 8ലോ 12ലോ 2ലോ 4ലോ ഇങ്ങനെയുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പം മാത്രമാണ് ഇത് പാവനാകുന്നത്. ചില ലഗ്നങ്ങൾക്ക് ചൊവ്വ ദോഷം ചെയ്യത്തില്ല. ചിങ്ങലഗ്നം ചൊവ്വ ദോഷം ചെയ്യുകയില്ല, കാഠിന്യം കുറവായിരിക്കും. അതിൻ്റെ ആ പാപത്തിൻ്റെ ചൊവ്വ പാപന എന്നുള്ള ഒരു ഫലമേ കിട്ടുകയുള്ളൂ, അത് പാപനായി തീരത്തില്ല. അതുപോലെ മീനലഗ്നം ഇത്രയ രാശിയാണ് ചൊവ്വായിക്ക്, അതായത് സൗഹൃദ രാശിയാണ്, കാലത്തിൻ്റെ രാശിയാണ്. അവിടെ ചൊവ്വ നിന്നാലും ആ ജാതകത്തിൽ അധികം ചൊവ്വാദോഷം അധികമായിട്ട് വരുന്നില്ല. പിന്നെ ധനുവിൽ നിന്നാലും, ധനു രക്തമാണെങ്കിൽ അവിടെയും ചൊവ്വ ദോഷകാരകനല്ല. വൃശ്ചികം അതിൻ്റെ സ്വക്ഷേത്രമാണ്. അപ്പോൾ അവിടെ വൃശ്ചികലഗ്നം വരുന്നെങ്കിലും ആ ചൊവ്വയ്ക്ക് ദോഷം ഇരിക്കുകയാണ്. മേടം അതും ചൊവ്വയുടെ ഓജ ഭാവമാണ്, ചൊവ്വയുടെ രാശി തന്നെയാണ്.
അവിടെ ലഗ്നമായിട്ടൊരു ജാതകത്തിൽ വന്നാൽ അവിടെ ചൊവ്വ ദോഷമായിട്ട് വിധിക്കാൻ ഒക്കുകയില്ല. ചൊവ്വ മറ്റൊന്ന ദോഷം കർക്കിടകം ചൊവ്വയ്ക്ക് നീചരാശിയാണ്. അത് ലഗ്നം വന്നാൽ 7-ാം ഭാവത്തിൽ ഇപ്പം ചൊവ്വ നിൽക്കുകയാണെങ്കിൽ കർക്കിടകത്തിന് അതിന് അല്ല ജാതകയ്ക്ക് 7-ാം ഭാവത്തിൽ ചൊവ്വ അധികം ദോഷം ചെയ്യത്തില്ല. പിന്നെയുള്ളത് മകരലഗ്നം. മകരം എന്ന് പറയുന്നത് ചൊവ്വയുടെ ഉച്ചരാശിയാണ്, ഉച്ചം ബലത്തിലുള്ള രാശിയാണ്. അപ്പോൾ മകരലഗ്ന ജാതകയ്ക്കോ ജാതകനോ ചൊവ്വ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെയൊന്നും ഇല്ലാതെ ചിലപ്പം ഇപ്പം മകരലഗ്ന ജാതകമായിരിക്കും, ചൊവ്വ 7-ലായിരിക്കും ആ പെൺകുട്ടിക്ക് അല്ലെ ചെറുക്കന്. ഇത് ചൊവ്വ ദോഷമുണ്ടോ, ഇത് അടുത്ത ആ ജാതകമായിട്ട് പറ്റിയില്ല, പെണ്ണിൻ്റെ ഭാവി തീരും അല്ലെങ്കിൽ ചെറുക്കൻ്റെ ഭാവി തീരും. ഇങ്ങനെ പറഞ്ഞ് ഈ വിവാഹം മുടക്കി ആയിട്ട് ചൊവ്വ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ വിവാഹം മുടക്കാതിരിക്കാനൊരു മാർഗമാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ലഗ്നങ്ങൾ ചൊവ്വ നിന്നാൽ ചൊവ്വ. പിന്നെ 9-ലൊരു ശുഭഗ്രഹം നിൽക്കുക. ലഗ്നാൽ അത് നമ്മൾ ജനിക്കുന്ന സമയമാണ് ലഗ്നം, ലാന്നൊഴുകുന്നുണ്ട് ഗ്രഹത്തിൽ. അതിൻ്റെ 9-ലൊരു ശുഭഗ്രഹം നിൽക്കുകയാണെങ്കിൽ 9-ാം ഭാവത്ത്, അതായത് ലഗ്നം തൊട്ട് എണ്ണിയാൽ 9-ാം ഭാവം, പുറകോട്ട് എണ്ണിയാൽ 12, 11, 10, 9, മുന്നോട്ട് എണ്ണിയാൽ 1, 2, 3 ഇങ്ങനെ ആ ഭാഗത്ത് ഒരു ശുഭഗ്രഹം നിൽക്കുവാണ്. ശുഭഗ്രഹം എന്ന് പറഞ്ഞാൽ പാപഗ്രഹമല്ലാത്ത ഗ്രഹം. വ്യാഴം, ശുക്രൻ, ബുധൻ ഒറ്റയ്ക്ക് നിൽക്കണം ശുഭനാകണമെങ്കിൽ. പാപയോഗമോ പാപദൃഷ്ടിയിലോ നിന്നാൽ അത് പാവനായി തീരും. അപ്പം ബുധൻ അവിടെ ശുഭനായിട്ട് നിൽക്കുകയാണെങ്കിൽ ബുധന് ശുഭഗ്രഹമാണ്. രായും പകലും ഒരുപോലെ ഫലം തരുന്ന ഗ്രഹവുമാണ് ബുധൻ. അപ്പം അങ്ങനെയുള്ള ശുഭഗ്രഹങ്ങൾ 9 നിന്നാൽ ഈ ചൊവ്വയുടെ ദോഷത്തെ കുറയ്ക്കും. അപ്പം അങ്ങനെ ഒരു എണ്ണം ഉണ്ടെങ്കിൽ ആ ചൊവ്വ